ഒരു പെണ്ണ് കാണാൻ 60 പേര്, അതും 2 ബസ് നിറയെ. അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ കുറെ കാറ്റഗറി ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പഴേ കേട്ടാ 31 വർഷത്തിന് മുമ്പാണ്, അതും ഒരു ശിവരാത്രി. അതിന്റെ വിശേഷങ്ങളിലേക്കാണ് വരുന്നത്. പാലക്കാട്, അതായത് ഇവിടുന്ന് 150 കിലോമീറ്ററോളം ദൂരത്തുള്ള പാലക്കാടാണ് ഈ 60 പേരുമായി പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയത്. ആ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്കായി തരുന്നത്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 31 വർഷമായി. അപ്പം 31 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പെണ്ണ് കാണലിനെ കുറിച്ച് ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ്റെ അനുഭവങ്ങളും അറിവുകളുമാണ് ആ പറഞ്ഞത്. ഇനി അരൂർ എന്തായിരുന്നു എന്നുള്ളതുപോലെ തന്നെ നെന്മാറയിൽ എന്തായിരുന്നു എന്നുള്ളത് കൂടി ഞാനൊന്ന് എൻ്റെ ഉത്തരങ്ങൾ. അപ്പം ഞാൻ ജനിച്ചതും ഒരു 7 വയസ്സ് വരെ നെല്ലിയാമ്പതിയിലായിരുന്നു. അത് കഴിഞ്ഞ് നെന്മാറയിലേക്ക് താമസമായി. അപ്പോൾ ഈ പറഞ്ഞ പെണ്ണ് കാണലിന് തൊട്ട് മുൻപായിട്ടുള്ള സമയം, അതായത് ഞാൻ ഹിന്ദിയുടെ പ്രവീണിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞ് അപ്പോഴാണ് ബയോടെക്നോളജിയുടെ ഒരു ട്രെയിനിങ്ങിലേക്ക് കിട്ടിയത്. അതിന് വന്നു. ആ ട്രെയിനിങ് കഴിഞ്ഞു തിരിച്ച് പിന്നെയും ഹിന്ദിയുടെ കോഴ്സ്, നെക്സ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ നെന്മാറ വന്ന് കോഴ്സിന് കയറി. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, ഈ പറഞ്ഞ ഫെബ്രുവരി 26 ഒരു ശിവരാത്രി ദിവസം, അന്ന് ക്ലാസ് ഇല്ല, അവധിയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഉച്ചയായപ്പം മൈക്കിളങ്കളുടെ ഇളയ മോൻ ബേബി വന്നിട്ട് പറഞ്ഞു, കമലൂസ് ചേട്ടനെ ഞങ്ങൾ കുഞ്ഞുമോൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അരൂരുള്ള നമ്മുടെ കുഞ്ഞൻ ചേട്ടൻ അവിടുത്തെ സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ട് അച്ഛന്മാരൊക്കെ ആയിട്ട് ഒരു ടൂർ വന്ന്, അത് വിശദമാക്കിയില്ല. കുഞ്ഞൻ ചേട്ടനൊക്കെ നെല്ലിയാമ്പതിയിലേക്ക് പോയിട്ടുണ്ട്, ഒരു ടൂറ് വന്നതാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ കയറും. അപ്പോൾ ബിന്ദു ചേച്ചിയുടെ അടുത്ത് ഒന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞൻ ചേട്ടനൊക്കെ അല്ലേ, അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞൻ ചേട്ടൻ്റെ കുടുംബം, എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മോളാണ് ജസ്റ്റിച്ചി. ജസ്റ്റിച്ചിയുടെ ഹസ്ബൻഡാണ് കുഞ്ഞൻ ചേട്ടൻ. കുഞ്ഞൻ ചേട്ടൻ എന്ന് പറയുന്നത് കമലൂസ് ചേട്ടനും ടീമും പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ കണ്ടപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് പോവുക. അപ്പം ഞങ്ങൾ സാധാരണ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം എന്നോളം ഞങ്ങൾ മൈക്കിളങ്കളുടെ അവിടെയൊക്കെ പോകാറുള്ളതാണ്. ഞാനും സിൻഡിയും കൂടി ഒരു ഈവനിങ് ആയപ്പോൾ അങ്ങോട്ട് പോയി. ഒരു 3 മണിയോടെ അടുത്ത് കാണും. അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഒരു 2 വണ്ടി ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അത് ട്രാവലറാണോ അത് ബസ്സാണോ എന്നറിയില്ല. അപ്പോൾ അതിൽ അച്ഛന്മാരൊന്നും ലോഹയിലൊന്നും അല്ല, എല്ലാവരും സാധാരണ വേഷങ്ങളിലാണ്. സിസ്റ്റേഴ്സ് മാത്രമാണ് അവരുടെ ഡ്രസ്സുകളിൽ. കാരവള്ളിയച്ചൻ മാത്രം ലോഹയിലാണ്. അപ്പോൾ കാരവള്ളിയച്ചനെ പണ്ട് മുതലേ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു അച്ഛനാണ്. ഞങ്ങൾ നെന്മാറയും നെല്ലിയാമ്പതിയൊക്കെ ആണെങ്കിലും കൊച്ചിയിലാണ് ഞങ്ങളുടെ നാട്. അപ്പം ഞങ്ങളുടെ അപ്പൻ്റെ പെങ്ങളുടെ ജോസ് ബ്രദേഴ്സിലാണ്, ഒരേ പെങ്ങൾ ജോസ് ബ്രദേഴ്സിലാണ്. അപ്പോൾ ആ അമ്മായിയുടെ, അതായത് ആ അങ്കിളിൻ്റെ പെങ്ങളുടെ മോളെയാണ് അപ്പൻ്റെ അനിയൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കല്യാണം നടത്തിയത് കാരവള്ളി അച്ഛനാണ്. ആ ഒരു ഫാമിലിയും കാരവള്ളി അച്ഛൻ ഞങ്ങളുടെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് അറിയാം, കാരവള്ളി അച്ഛനെ അറിയാം. അങ്ങനെ അവിടെ വന്നു. അവർക്ക് ചായ കൂടി അവിടെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വലിയ ടേബിളുണ്ട്. ഈ പറഞ്ഞ പോലെ ടേബിളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ ടേബിളിൽ അങ്കിൾ ഉണ്ടായിരുന്ന കാലത്തും അല്ലാത്തപ്പോഴും ആ ചെയറെന്ന് പറഞ്ഞാൽ നീളവും വീതിയുമുള്ള ചെയറിൻ്റെ ഏറ്റവും അറ്റത്ത് ഒരു തലപ്പത്തെ കസേര എന്ന് പറയാം. ആ കസേര മൈക്കിൾ അങ്കിളാണ് ഇരിക്കുന്നത്. അങ്കിൾ മരിച്ചു കഴിഞ്ഞിട്ടും ആ കസേരയിൽ ആരും ഇരിക്കാറില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുത്തൻ അവിടെ കയറി ഇരിപ്പുണ്ട്, താടിയൊക്കെയുള്ള ഒരു പയ്യൻ. അപ്പോൾ ശ്രദ്ധിച്ചു, ഇതാരാണ് ഈ ആരും കയറിയിരിക്കാത്ത കസേര കയറിയിരിക്കണത് എന്ന്. പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് ചായയൊക്കെ കൊടുത്തു, അവർ പിരിഞ്ഞു പോയി. അപ്പം വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് ആണ് ക്യാനുകളിൽ നിറച്ച് കൊടുത്തു വിട്ടു. അപ്പം തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ഇങ്ങനൊരു വരവ്, അതായത് എന്നെ വരണം എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ തറവാട്, അപ്പൻ്റെ അനിയൻ്റെ ഭാര്യ, അവർക്കൊക്കെ ഒരു സംശയം തോന്നി. കാരണം ഞാൻ
കല്യാണപ്രായം എത്തി എന്ന് മാതാപിതാക്കൾക്ക് തോന്നുമല്ലോ. അപ്പോൾ അതിനിടയിൽ വല്ല പെണ്ണ് കാണലും ഉണ്ടായിരുന്നു കാണുമോ? പക്ഷെ ഇത്രയും പേരുടെ ഇടയിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടില്ല, ഞാനൊന്നും ചിന്തിച്ചില്ല. പക്ഷെ അവർക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതവിടെ വിട്ടു. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും, ഒരാഴ്ചക്കുള്ളിൽ അപ്പൻ്റെ എഴുത്ത് വന്നു. അപ്പൻ പെരുമ്പാവൂർ ജോസ് ബ്രദേഴ്സിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൻ്റെ എഴുത്ത് വന്നു. ആ വന്നവരിൽ പെണ്ണ് കാണൽ നടന്നിട്ടുണ്ട്. അപ്പം അവർക്കെന്ന് വെച്ചാൽ ആ ചെറുക്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഇനി വീട്ടുകാർക്ക് ആർക്കും കണ്ടിട്ടില്ല, വീട്ടുകാർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അവർക്കൊന്ന് കാണണം. അവർക്ക് എല്ലാവർക്കും കൂടി കാണാനായിട്ട് അവിടം വരെ ഇത്രയും ദൂരമായതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊന്ന് പോയി രണ്ടുപേർക്കും കാണാൻ പറ്റിയൊരിടത്ത് വെച്ച് കാണുക എന്നുള്ളതാണ് ഫാമിലി ദിവസമായിട്ടും പറഞ്ഞതായിട്ട് അറിയിച്ചത്. അപ്പം അതെന്ന് പോകാം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം മാർച്ചിൽ അവധി ദിവസം നോക്കി പോകാനായിട്ട്. അപ്പം മാർച്ച് 19 വരാനാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഞാനും സിൻഡിയും കൂടിയാണ് ചെന്നതും കണ്ടതും. അപ്പോൾ അതിൽ പെണ്ണ് കാണൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ മനസ്സിൽ വന്ന ഒരാൾ ശ്രദ്ധിച്ചതും ഈ താടിയുള്ള ആളെയായിരുന്നു. അപ്പം മിക്കവാറും അത് തന്നെയായിരിക്കും ചെറുക്കൻ. വേറെ ആരെയും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, വേറെ ആരെയും കണ്ടില്ല. പിന്നെ കുറച്ച് സിസ്റ്റേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു. പിന്നെ വെള്ളമൊക്കെ നിറയ്ക്കാനായിട്ട് സഹായിച്ച ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ അത്രയും ആയിട്ടില്ലാത്തത് പോലെ തോന്നി. അപ്പോൾ അതായത് ആൻറ്റോയാണ്, അങ്കിളിൻ്റെ മോനാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായത് ആൻറ്റോയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം പരിചയപ്പെട്ട കുറച്ച് പേരിൽ ചണ്ണി സാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പേര്, പിന്നെ സിസ്റ്റർ കാതറിൻ, അങ്ങനെ കുറച്ച് സിസ്റ്റേഴ്സൊക്കെയാണ്. സിസ്റ്റേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു പോയി എന്നല്ലാതെ വേറെ ആരും അറിയില്ല. അപ്പോൾ ഒരു ഊഹം കൊണ്ട് ആ കസേരയിലായിരുന്ന ആളായിരിക്കാം എന്ന് ഊഹിച്ചു. അങ്ങനെ ഞാൻ മാർച്ച് 19 മുൻപായിട്ട് അപ്പൻ്റെ അടുത്ത് വന്ന് പെരുമ്പാവൂർ വന്നു. പെരുമ്പാവൂരിൽ നിന്ന് ഞാനും അപ്പനും കൂടി മാർച്ച് 19 കാലത്ത് എറണാകുളത്തേക്ക്, കൊച്ചിയിലേക്ക് പോന്നു. അവിടെ അപ്പൻ്റെ പെങ്ങളുടെ വീടുണ്ട് നസ്രത്ത്. ഈ പറയുന്ന പയ്യൻ്റെ പെങ്ങളുടെ വീടും നസ്രത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് അവിടെ ആ അമ്മായിയുടെ വീട്ടിലാണ്, അപ്പൻ്റെ പെങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ചെറുക്കനും കുട്ടിയൊക്കെ വന്നിരുന്നു, അവരവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എത്താത്തത് കൊണ്ടാണ് അവരിങ്ങോട്ട് വരാത്തതെന്ന്. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവരെല്ലാവരും വന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞില്ല, ഒരു വലിയൊരു ടീമായിരുന്നു. ഒരു വലിയ മുറിയാണ്, അതൊരു പഴയ തറവാടാണ്. അവിടെ ഒരു ചാപ്പലൊക്കെ ഉണ്ട്. അങ്ങനെ വീടിൻ്റെ ഒരറ്റത്ത് പഴയകാല പെയിൻറ്റിങ്ങോട് കൂടിയ ഒരു ചാപ്പലും ഒക്കെയുള്ള ഒരു വലിയ വീടാണ്. അതിനകത്ത് ഏറ്റവും നടുക്കുള്ള വലിയ മുറിയിൽ ചുറ്റിനും കസേരകളും സോഫയൊക്കെ ഇരിക്കുന്ന അതിനകത്ത് നിറച്ചു ആൾ. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളൊന്ന് പേടിച്ചു പോയി. ഇപ്പോഴത്തെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെയൊക്കെ മുമ്പിലേക്ക് ചെല്ലുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അവിടെ ഒരു ഒത്ത നടുക്കായിട്ടൊരു കസേര ഇട്ടിട്ട് എന്നെ അവിടെ ഇരുത്തി. അപ്പം അതിൽ പുള്ളിക്കാരൻ്റെ 9 മക്കളായതിൽ ബാക്കി 6 സഹോദരങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നണം. അവരുടെയൊക്കെ ഭാര്യമാരും, അതുപോലെ നേരെ മൂത്ത ചേട്ടൻ്റെ ഭാര്യ ഇല്ല, കാരണം പ്രസവത്തിനായിട്ട് പോയിരിക്കുകയാണ്. പിന്നെ അങ്കിളുമാർ, ഒരങ്കിള് മരിച്ചുപോയി, ജോസ് അങ്കിള്. പിന്നെ ഇപ്പോൾ കുഞ്ഞങ്കിളുണ്ട്, അതുപോലെ അമ്മായിമാർ, ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു വലിയ ടീം. അപ്പം അതിൽ നിന്ന് ഓരോരുത്തരും ഓരോ ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത്. ഏത് വർഷമാണ് SSLC പാസ്സായത്, എവിടെയാണ് പഠിച്ചത്, അപ്പോൾ ഒരിടത്തുനിന്ന് ഒരു ചോദ്യം വന്നു, അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിയുമ്പോഴേക്കും അടുത്ത സ്ഥലത്തുനിന്ന് അടുത്ത ചോദ്യം, ഏത് കോഴ്സാണ് ചെയ്തത്, ആ കോഴ്സ് കഴിഞ്ഞ് പിന്നെ എന്താ അങ്ങോട്ട് പോയത്, അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നീക്കോൾ. ഇങ്ങനെ ചോദ്യങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു. അത് കഴിഞ്ഞ് അവരൊന്ന് പുറത്തോട്ട് ഇറങ്ങി, ഞാൻ അകത്തേക്ക് മാറുകയും ചെയ്തു. തിരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇവരുടെ അപ്പച്ചനും 2 ആൺമക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2 പേരും ജോലിക്ക് പോയാൽ അപ്പച്ചനെ ഒറ്റയ്ക്കായതുകൊണ്ട് അപ്പച്ചനെ നസ്രത്തുള്ള പെങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണെന്നാണ് പറഞ്ഞു. അപ്പോൾ അപ്പച്ചനൊന്ന് കാണണം, അപ്പോൾ അതുകൊണ്ട് എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ പോയതിൻ്റെ പുറകെ തന്നെ അടുത്ത കാറിൽ എന്നെയും കൂടെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് അപ്പച്ചനെ കണ്ടു. അപ്പച്ചൻ അധികം സംസാരിക്കുന്ന ടൈപ്പല്ല, എങ്കിലും അപ്പച്ചനെ കണ്ടു. ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ തമ്മിലും കുറച്ച് നേരം ഒന്ന് സംസാരിക്കാനുള്ള സമയം കിട്ടി. വിവാഹത്തിൻ്റെ തലേദിവസമേ ഞങ്ങൾ അരൂരിലേക്ക് പോരേണ്ടി വന്നു. കാരണം അതിനു മുമ്പ് മനസ്സമ്മതം എവിടെ വേണം, കല്യാണം എവിടെ വേണം എന്നുള്ള ചർച്ചയൊക്കെ വന്നു.
അന്നത്തെ കാലത്ത് സാധാരണ മനസ്സമ്മതവും കല്യാണവും പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോഴാണ് 2 മക്കളൊക്കെ ആയി അങ്ങനെ, അല്ലെങ്കിൽ ഒരു ചടങ്ങ് പെണ്ണിൻ്റെ വീട്ടിലും ഒരു ചടങ്ങ് ചെറുക്കൻ്റെ വീട്ടിലും, പെണ്ണിൻ്റെ വീട്ടിലും മനസ്സമ്മതം, കല്യാണം ചെറുക്കൻ്റെ വീട്ടിലൊക്കെ ആയത്. അന്ന് അത് തുടങ്ങിയിട്ടില്ല. അന്ന് രണ്ടും പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പെണ്ണിനെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. പക്ഷെ ഞങ്ങളുടെ കല്യാണമാണ് തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സമ്മതം പെണ്ണിൻ്റെ വീട്ടിൽ നടത്തി, കല്യാണം ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വേണം എന്നവർ ആവശ്യപ്പെട്ടു. കല്യാണത്തിന് വരണമെങ്കിൽ അന്നേ ദിവസം കാലത്തെ പെണ്ണ് അവിടെ നിന്ന് ഒരുങ്ങി വരിക ബുദ്ധിമുട്ടായതുകൊണ്ട് പെണ്ണും, അതായത് ഞാനും അപ്പനും ചേച്ചിയും ഒക്കെ കൂടി അരൂരുള്ള കമലീശ്വരൻ്റെ വീട്ടിലേക്ക് തലേദിവസമേ വന്നു. അവിടെ വെച്ച് തന്നെ തലേദിവസത്തെ മധുരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അന്നൊന്ന് കാണാൻ ജസ്റ്റ് ഒന്ന് കണ്ടു. ഞാൻ അത് കഴിഞ്ഞപ്പോൾ തന്നെ അകത്ത്. പിന്നെ കല്യാണ തലേന്ന് ഞങ്ങൾ നേരത്തെ എത്തി. മധുരങ്കിള്ളലൊക്കെ കമലീശ്വരൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സമയത്ത് കിടന്നു. അപ്പോഴാണ് ഞങ്ങൾ അവിടെയും ഇവിടെയും എടുത്ത മാലകൾ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി മണവാളൻ്റെ അനന്തരവൻ ഷാജിയും കൂടി ആ വീട്ടിലേക്ക് വന്നു. അത് കൈമാറാൻ വേണ്ടിയാണ് വന്നത്. അത് ചേച്ചിയോ അപ്പനോ ആരോ ആണെന്ന് തോന്നി എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കണ്ടു, വാതിലിൻ്റെ അവിടെ നിന്ന് കണ്ടു. കാണണമെന്ന് പറഞ്ഞു. അവൻ കാണണമെന്ന് പറഞ്ഞു. കണ്ടു. ഷാജി പറഞ്ഞ് ഒന്ന് അങ്കിളിൽ നിന്ന് ആൻറ്റിയെ കാണണമെന്ന്. അപ്പോൾ ഷാജി പറഞ്ഞു അങ്കിളിൽ നിന്ന് ആൻറ്റിയെ കാണണമെന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ അങ്ങനെ കാണണമെന്ന് പറഞ്ഞു. കാണൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഡോറിൻ്റെ അവിടെ നിന്നു, പുള്ളിക്കാരനും അകത്ത്. അങ്ങനെ കണ്ടു, തിരിച്ചു പോയി. പിന്നെ പിറ്റേ ദിവസം കല്യാണം. ഇനി കല്യാണത്തിന് മുമ്പായിട്ട് ഒരു ലെറ്റർ അയച്ചതിനെ പറ്റി പറഞ്ഞല്ലോ. അതായത് ഒരു ലെറ്റർ വന്നു. ആ ലെറ്റർ വരുന്ന സമയത്ത് ഞാൻ വീട്ടിലില്ല. ഞാൻ കല്യാണത്തിൻ്റെ കോഴ്സ് കൂടാനായിട്ട് തൃശ്ശൂർ പോയിരിക്കുക. ഞങ്ങൾക്ക് കോഴ്സ് തൃശ്ശൂരാണ്. ആ സമയത്താണ് ലെറ്റർ വരുന്നത്. ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ലെറ്ററൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നിനക്കിതേ മനു എന്നാണ് വിളിക്കാനായിട്ട് അവിടെ എല്ലാവരും ആലോചിച്ചിരുന്നത്. മാനുവൽ എന്നുള്ളതിന് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും മനു എന്നാണ് വിളിക്കുന്നത്. അപ്പം മനുവിൻ്റെ ലെറ്റർ വന്നിട്ടുണ്ട് എന്ന്. ലെറ്റർ എടുത്തു. എനിക്ക് ഒറ്റയ്ക്ക് തുറക്കാനൊരു മടി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടുന്നത്. എന്ത് ചെയ്യും? പിന്നെ ഞാൻ തുറന്ന് ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് വായിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ വായിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ എടുത്തൊക്കെ വെക്കണതിൻ്റെ ഒരു മടി സ്വന്തമായിട്ടൊക്കെ. അതവിടെ മേശപ്പുറത്ത് തന്നെയൊക്കെ വെച്ചു. പിന്നെ അതിനെക്കുറിച്ച് എന്താണ് അതിൽ എഴുതിയിരിക്കണമെന്നൊക്കെ ഞാൻ സിൻഡിയോടും പറഞ്ഞു. അതിനെ അറിയാൻ അവിടെ ആരും ബാക്കിയില്ല. ഞാനപ്പോൾ ഓർത്തത്, കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സിനിമ കണ്ടത്. സൂര്യഗായത്രി എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ ഉർവശിക്ക് അയക്കുന്ന ഒരു ലെറ്ററുണ്ട്, ഒരു പ്രേമലേഖനം. അപ്പോൾ ആ ലേഖനം വായിച്ചു എന്ന് വിചാരിച്ചാണ് മോഹൻലാൽ ഇരിക്കുന്നത്. പക്ഷേ വിവാഹശേഷം ആ ലെറ്റർ കൊണ്ടുവന്ന് മോഹൻലാലിൻ്റെ മുമ്പിൽ വെച്ച് വായിക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെ ആയിപ്പോയി എനിക്ക് കിട്ടിയ ലെറ്റർ. ഇത്രയുമാണ് ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. പിന്നെ ആ ലെറ്ററിലൂടെയാണ് എന്ത് വിളിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. എന്താണ് വിളിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മാനുവൽ എന്നുള്ളതിന് മനു എന്നാണ് വീട്ടിലെല്ലാവരും വിളിക്കുന്നത്. അങ്ങനെയാണ് മനൂസ് എന്നുള്ളതും ബിനൂസ് എന്നുള്ളതും ഉള്ള വിളി തീരുമാനമായി. അതിനൊരു ഉത്തരം ഞാൻ ആൻസർ എഴുതി അയച്ചു. ഒരു ലെറ്റർ മറുപടി അയച്ചു. ആ മറുപടിയിലൂടെ ആ 2 ലെറ്ററാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓരോ ലെറ്റർ. ആ ലെറ്ററിലൂടെയാണ് എന്ത് വിളിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.